എല്ലാവർക്കും MRHൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറിൻ്റെ 3rd സെമസ്റ്ററിലെ സബ്ജക്റ്റായ ക്ലൈമറ്റ് റെസ്പോൺസീവ് ആർക്കിടെക്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ CRAയുടെ CO1 ആയ അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് റിവിഷൻ സെഷനാണ് ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കണ്ടൻസ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് ബേസിക്കലി നമ്മൾ ക്ലൈമറ്റിക് എലമെൻറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈറ്റ് ക്ലൈമറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് നോക്കാറുണ്ട്. പിന്നെ മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈമറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈമറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രമല്ല ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, അതേപോലെ എർത്ത്സ് തെർമൽ ബാലൻസ് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ സൈറ്റ് ക്ലൈമറ്റ്, അതിലെ കുറച്ച് ഡെഫിനേഷൻസും, പിന്നെ ലോക്കൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈറ്റ് ക്ലൈമറ്റ്, ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൊഡ്യൂൾ 1 ഫസ്റ്റ് സെഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. പാർട്ട് എ ബേസിക്കലി 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് ബിയിൽ 2 3 മാർക്ക് ക്വസ്റ്റ്യൻസും പാർട്ട് സിയിൽ 3 7 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ആൻസേഴ്സ് നോക്കി പോകാം. അപ്പോൾ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ ക്ലൈമറ്റ് ആൻഡ് വെതർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ക്ലൈമറ്റ് ആൻഡ് വെതർ ആണ്. അപ്പോൾ എന്താണ് ക്ലൈമറ്റും അതുപോലെ തന്നെ എന്താണ് വെതർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആദ്യം ഇത് വായിക്കാം. വെദർ ഈസ് ദ ഡേ ടു ഡേ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് ടൈം അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെദർ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കണ്ടീഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ അല്ലേ? അറ്റ്മോസ്ഫിയറിൻ്റെ ഡേ ടു ഡേ കണ്ടീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന സമയത്ത് ഇന്ന പ്ലേസിൽ എന്താണോ അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ അതിനെയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. കണ്ടോ? അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ആൻഡ് ടൈം. ഒരു പർട്ടിക്കുലർ പ്ലേസ്, അത് ഇന്ന പ്ലേസ് തന്നെ ആവണമെന്നില്ല, ഏതൊരു പ്ലേസ് എടുത്താലും അതാത് പ്ലേസിലെ അതാത് സമയത്തുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ എന്താണോ അതിനെയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി അല്ലേ? ഇപ്പോഴത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം മഴ ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ പർട്ടിക്കുലർ ടൈമിൽ ആ പർട്ടിക്കുലർ പ്ലേസിലെ വെദർ എന്ന് പറയുന്നത് റെയിനിയാണ്. അതേപോലെ തന്നെ വേറെ ഒരു സ്ഥലത്ത് മേ ബി ചിലപ്പോൾ ചൂടായിരിക്കാം. അപ്പം നമ്മൾ ആ രീതിയിലാണ് അവിടുത്തെ വെദറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വെദറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ടെമ്പറേച്ചർ ആവാം, റെയിൻഫോൾ, വിൻഡ്, ഹ്യൂമിഡിറ്റി, ക്ലൗഡ് കവർ അല്ലേ? ഒന്നെങ്കിൽ ടെമ്പറേച്ചർ ആവാം. ടെമ്പറേച്ചർ കൂടിയാൽ എന്താണ്? നമുക്ക് പറയാം ചൂടായിരിക്കും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ തണുപ്പായിരിക്കും. അപ്പോൾ അതും വെദറിനെ പറയുന്ന ഒരു ഫാക്ടറാണ്. അതേപോലെ റെയിൻഫോൾ അല്ലേ? മഴ, അതുപോലെ തന്നെ വിൻഡ്, കാറ്റ്, ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈർപ്പം. ക്ലൗഡ് കവർ എന്ന് പറയുമ്പോൾ ഒരുപാട് മേഘം കൂടി നിന്ന് ഫോം ചെയ്യുന്ന ആ ഒരു ക്ലൗഡ് ഫോർമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെദറിനകത്ത് വരുന്നത്. അടുത്തത് നോക്കാം ക്ലൈമറ്റ് അല്ലേ? Climate is the average weather pattern of a place over a long period of time, usually 30 years or more. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേസിൻ്റെ ആവറേജ് വെതർ പാറ്റേൺ ആണ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് വെതർ പോലെയല്ല, ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് ടൈമിന് നീണ്ടു നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസിലെ വെദറിൻ്റെ പാറ്റേണിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഊട്ടി പറയാം. ഊട്ടിയിൽ എപ്പോഴും തണുപ്പാണ് അല്ലേ? അപ്പോൾ ഊട്ടി തണുപ്പുള്ളൊരു സ്ഥലമായിട്ടാണ് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്? തണുപ്പാണ്.
അതേപോലെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ ക്ലൈമറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി 30 years ഓർ മോർ, ഒരുപാട് കൊല്ലത്തേക്ക് ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പാറ്റേൺ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ക്ലൈമറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ വെതർ എന്താണ്? വെതർ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആയിരിക്കും, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റും വെതറും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഡ്രൈവിംഗ് റെയിൻ? അല്ലേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഡ്രൈവിംഗ് റെയിൻ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കാം. ഡ്രൈവിംഗ് റെയിൻ ഈസ് ദ റെയിൻ ദാറ്റ് ഫോൾസ് വിത്ത് സ്ട്രോങ് വിൻഡ്, യൂഷ്വലി അറ്റ് ആൻ ആംഗിൾ ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രെയിറ്റ് ഡൗൺ. അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ഇറ്റ് ഈസ് ദ റെയിൻ ദാറ്റ് ഫോൾസ് വിത്ത് സ്ട്രോങ് വിൻഡ്, അല്ലേ, നല്ലൊരു കാറ്റ് വരുന്ന സമയത്ത് ഈ റെയിനിൻ്റെ ഡയറക്ഷൻ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിനകത്തൊരു ബിൽഡിങ്ങും അതിനൊരു സ്ലോപ്ഡ് റൂഫും കാണിച്ചിട്ടുണ്ട്. അപ്പം ഒരു കാറ്റ് വരുന്നുണ്ട്, അതായത് ഒരു സൈഡിൽ നിന്ന് കാറ്റടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ കാറ്റ് കാരണം നമ്മുടെ റെയിനിൻ്റെ ഡയറക്ഷനാണ് ഈ ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഡയറക്ഷൻ മാറി. സാധാരണ നമ്മുടെ റെയിൻ എങ്ങനെയാണ് ആകാശത്തു നിന്ന് താഴേക്ക് വീഴുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും അല്ലേ, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആയിരിക്കും വീഴുന്നത്. പക്ഷെ ഒരു വിൻഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അതെന്തായി, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് അത് ആ റൂഫിലേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഡ്രൈവിംഗ് റെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രോങ് വിൻഡ് കാരണം ഒരു പ്രത്യേകതരം ആംഗിളിൽ റെയിൻ വന്നിട്ട് വീഴുന്നതിനെയാണ് നമ്മൾ ഡ്രൈവിംഗ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ITCZ. അല്ലേ, ITCZ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ITCZ എന്താണെന്ന് നമുക്ക് ആദ്യം അതിൻ്റെ ഫുൾ ഫോം അറിയണം. ദ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അല്ലേ, ITCZ എന്ന് പറഞ്ഞാൽ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പം പിന്നെ എന്താണ് ഈ സാധനം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ ഫിഗർ എന്ന് പറയുന്നത് ആക്ച്വലി എർത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ പല പല ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുള്ളത് വിൻഡിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, അത് ഏതൊക്കെ വിൻഡാണെന്ന് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സെൻട്രലായിട്ടൊരു റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ ITCZ, ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ നാരോ റീജിയൻ നിയർ ദ ഇക്വേറ്റർ വേർ ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് മീറ്റ്. കണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു നാരോ റീജിയൻ ആണെന്നാണ് പറയുന്നത്. എവിടെയാണ്? നിയർ ദ ഇക്വേറ്റർ. കണ്ടോ, സെൻട്രലാണ് നമ്മുടെ ഇക്വേറ്റർ, എർത്തിൻ്റെ സെൻട്രലാണ് ഇക്വേറ്റർ വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഇക്വേറ്ററിനടുത്തായിട്ടുള്ളൊരു വളരെ നാരോ ആയിട്ടുള്ളൊരു റീജിയനാണ് ഈ ITCZ. മാത്രമല്ല ഇവിടെ എന്താണ് നടക്കുന്നത്? വേർ ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് മീറ്റ്. ഈ ഭാഗത്താണ് നമ്മുടെ, കണ്ടോ, അതിൻ്റെ മേലെ കാണിച്ചിട്ടുണ്ട് യെല്ലോ ഷെയ്ഡിൽ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും അതിൻ്റെ താഴെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് വിൻഡ്സ് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു റീജിയനെയാണ് നമ്മൾ ITCZ എന്ന് പറയാം. അപ്പോൾ ഈ വിൻഡ്സ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? കോസിങ് റൈസിങ് വാം എയർ. അല്ലേ, അതായത് വാം എയർ റൈസ് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ക്ലൗഡ് ഫോർമേഷൻ, ക്ലൗഡ്സ് അവിടെ ഫോം ചെയ്യും. ആൻഡ് ഹെവി റെയിൻഫോൾ, ഇതെന്തുണ്ടാക്കും? ഹെവി റെയിൻഫോൾ ഉണ്ടാക്കും. അപ്പോൾ ITCZ സോണ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? വാം എയർ റൈസ് ചെയ്യും, ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവും, ഹെവി റെയിൻഫോൾ അവിടെ റിസൾട്ട് ചെയ്യും. ഓക്കെ, അതാണ് ITCZ, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണും. ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇക്വേറ്ററിനടുത്ത്, ഇക്വേറ്റർ, നിയർ ദ ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിനടുത്തായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും മീറ്റ് ചെയ്യുന്ന ആ ഒരു സോണിനെയാണ് നമ്മൾ ITCZ എന്ന് പറയാം. പിന്നെ മാത്രമല്ല ഇതെന്താണ് അവിടെ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്താണ്? അല്ലേ, വാം എയർ റൈസ് ചെയ്യും, പിന്നെ ക്ലൗഡ് ഫോം ചെയ്യും, മാത്രമല്ല ഹെവി റെയിൻഫോൾ അവിടെ ഉണ്ടാക്കും. ഓക്കെ,
ഇനി പാർട്ട് ബിയിലേക്ക് നമുക്ക് പോവാം. പാർട്ട് ബി എന്ന് പറയുമ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ ടിൽറ്റ് ഓഫ് എർത്ത്സ് ആക്സിസ്, അല്ലേ? ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വായിക്കാം. എർത്ത്സ് ആക്സിസ് ഇസ് ടിൽറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എബൌട്ട് 23.5 ഡിഗ്രി ഫ്രം ദ വേർട്ടിക്കൽ, അല്ലേ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? എർത്തിൻ്റെ ആക്സിസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇതാണ് എർത്തെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എർത്തിന് ഒരു ഇമാജിനറി ലൈൻ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലൊരു ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ആക്സിസ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പ്രത്യേകതരം ആംഗിളിൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കേണ്ട സാധനം ഇങ്ങനെ ഏകദേശം ഒരു 23.5 ഡിഗ്രി ആംഗിളിൽ ടിൽറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. The tilt stays pointing in the same direction towards the north star as Earth moves around the sun. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എർത്ത് സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ടിൽറ്റ്, അതായത് ഇത് ആക്സിസ് നമുക്ക് ആക്ച്വലി കാണുന്നില്ലല്ലോ, അതൊരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ ഈ ആക്സിസ് നോർത്ത് സ്റ്റാറിൻ്റെ സെയിം ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ ടിൽറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എർത്ത് ഗെറ്റ് മോർ സൺലൈറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദി ഇയർ. അപ്പോൾ ഈ ടിൽറ്റ് കാരണം എർത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? എർത്തിൻ്റെ പല ഭാഗത്ത് പല രീതിയിൽ പല ടൈമിങ്ങിലായിട്ടാണ് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ വരുന്നത്. മനസ്സിലായോ? ദിസ് ടിൽറ്റ് കോസസ് ദ സീസൺസ് സമ്മർ, വിൻ്റർ, സ്പ്രിങ് ആൻഡ് ഓട്ടം. അതാണ് അവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഈ ടിൽറ്റ് കാരണം എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സീസൺസ് ഉണ്ടാവുന്നു. അതാണ് സമ്മർ, വിൻ്റർ, സ്പ്രിങ് ആൻഡ് ഓട്ടം. നമുക്ക് മെയിനായിട്ട് 4 സീസൺസേ ഉള്ളൂ: സമ്മർ, വിൻ്റർ, സ്പ്രിങ് ആൻഡ് ഓട്ടം. അപ്പോൾ ഈ സീസൺസ് ഉണ്ടാവാൻ കാരണം ഈ എർത്തിൻ്റെ ആക്സിസിലുള്ള ടിൽറ്റാണ്. ദിസ് ടിൽറ്റ് കോസസ് ദ സീസൺ സമ്മർ, വിൻ്റർ, സ്പ്രിങ് ആൻഡ് ഓട്ടം. When the northern hemisphere is tilted towards the sun, it has summer and the southern hemisphere has winter. അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയർ ടിൽറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് സണ്ണിൻ്റെ നേർക്ക് ടിൽറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ സമ്മറും മാത്രമല്ല സദേൺ ഹെമിസ്ഫിയർ ആ സമയത്ത് വിൻ്ററും ആയിരിക്കും സീസൺ വരുന്നത്. Without this tilt, there would be no seasons. The weather would stay the same all year. അതായത് ഇത്തരം ഒരു ടിൽറ്റ് എർത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സീസൺസേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്ന ഇൻക്ലൈൻഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന വരെയാണ് ആ ടിൽറ്റ്. ഓക്കെ, ആ ടിൽറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് കറക്റ്റ് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ ടിൽറ്റ് ഉള്ളത് കൊണ്ടാണ്, അതാണ് 23.4 ഡിഗ്രി എന്ന് കാണിച്ചിട്ടുള്ളത്. ആ ടിൽറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സീസൺസ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ടെമ്പറേച്ചർ ഇൻവേർഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ. In the atmosphere, temperature usually decreases as we go higher in altitude. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സാധാരണ അറ്റ്മോസ്ഫിയറിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഹൈറ്റിലേക്ക്, അതായത് മേലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ എന്താണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുക, അല്ലേ? നമുക്കറിയാം, ഹൈറ്റ് കൂടുന്തോറും അവിടെ ടെമ്പറേച്ചർ കുറയും. പക്ഷേ ടെമ്പറേച്ചർ ഇൻവേർഷൻ നടക്കുന്ന സമയത്ത് ഈ പാറ്റേൺ എന്താണ്? റിവേഴ്സ് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രക്രിയ അവിടെ സംഭവിക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? രാത്രിയിൽ, അതായത് അറ്റ് നൈറ്റ് ദ ഗ്രൗണ്ട് കൂൾസ് ക്വിക്ക്ലി, അല്ലേ? രാത്രിയിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് സർഫേസ് എന്താണ്? പെട്ടെന്ന് കൂളാവും. ആൻഡ് ദ എയർ നിയർ ഇറ്റ് ബിക്കംസ് കൂളർ ദാൻ ദ എയർ എബവ്. മാത്രമല്ല, ഈ ഗ്രൗണ്ടിന് മേലെയുള്ള എയറിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. അതെന്താണ്? പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്യും. ദാൻ ദ എയർ എബവ്, അതിൻ്റെ മേലെയുള്ള എയറിനേക്കാളും കൂളറാവും. എ ലെയർ ഓഫ് വാം എയർ ട്രാപ്സ് ദ കൂൾ എയർ ബിലോ ഇറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഒരു വാം എയറിൻ്റെ ലെയർ ഈ കൂൾ എയറിനെ ട്രാപ്പ് ചെയ്യും. താഴെയുള്ള ഈ കൂൾ എയറിനെ ട്രാപ്പ് ചെയ്ത് നിർത്തും.
അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് ഫോഗ് ആൻഡ് സ്മോക്ക് ഗെറ്റ് ട്രാപ്പ് നിയർ ദ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിന് അടുത്തുള്ള ഭാഗത്ത് എന്താണ് കാണപ്പെടുക? ഫോഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മൂടൽമഞ്ഞ്. അതേപോലെ സ്മോഗ് എന്ന് പറയുമ്പോൾ പുകമഞ്ഞ്. അപ്പോൾ ഈ മൂടൽമഞ്ഞും പുകമഞ്ഞും ഒക്കെ എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇത് അവിടെ ട്രാപ്പായി കിടക്കും ആ ഗ്രൗണ്ടിൻ്റെ സർഫേസിനടുത്ത്. അപ്പോൾ ഇത് എന്തുണ്ടാക്കും? എയർ പൊല്യൂഷൻ കൂട്ടും. ഫ്രോസ്റ്റ് ഫോർമേഷൻ ഇൻ അഗ്രികൾച്ചർ മാത്രമല്ല, ഫ്രോസ്റ്റ് ഫോർമേഷൻ ഉണ്ടാക്കും. ഫ്രോസ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ എന്താവും? ക്രിസ്റ്റൽസ് ആയിട്ട്, ഐസിൻ്റെ ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ഫ്രോസ്റ്റ് ഫോർമേഷൻ. അത് ഫോം ചെയ്യുമ്പം അത് അഗ്രികൾച്ചറിനും ബാധിക്കും. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ ഇൻവേർഷനും അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഇഫക്റ്റും കാര്യങ്ങളുമാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് ക്ലൈമറ്റ്. അല്ലേ, ക്ലൈമറ്റിൻ്റെ എലമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഹോട്ട് ഓർ കോൾഡ് എ പ്ലേസ് ഈസ്. അല്ലേ, ഒരു പ്ലേസ് എത്രമാത്രം ചൂടുണ്ട് തണുപ്പുണ്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചറിലാണ്. അഫക്ട്സ് ഹൗ പീപ്പിൾ ലിവ്, വാട്ട് ക്രോപ്സ് ഗ്രോ എക്സെട്ര. അല്ലേ, ഇത് എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നു? നമ്മൾ അല്ലെ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മളെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ അല്ലേ വളർത്തുന്ന ക്രോപ്സ് അല്ലേ അവിടെ ഉള്ള കൃഷിയെ അത് ബാധിക്കും. അപ്പോൾ രണ്ടാമത്തെ എലമെൻ്റ് എന്താണ്? പ്രസിപ്പിറ്റേഷൻ. ഇൻക്ലൂഡ്സ് റെയിൻ, സ്നോ, ഹെയിൽ ഓർ ഡ്രിസിൽ. അല്ലേ, പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൈയിൽ നിന്നും എന്ത് ഫോമിലോ ആയിക്കോട്ടെ, അത് മേ ബി റെയിൻ ആവാം, സ്നോ ആവാം, അല്ലെങ്കിൽ ഹെയിൽ, ഡ്രിസിൽ, ഏതൊരു ഫോമിലും വാട്ടർ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്നാണ് പറയാം. ഷോസ് ഹൗ മച്ച് മോയ്സ്ചർ എ പ്ലേസ് ഗെറ്റ്സ്. അല്ലേ, ഒരു പ്ലേസ്, ഒരു സ്ഥലത്ത് എത്രമാത്രം മോയ്സ്ചർ ഉണ്ട് എന്ന് ഈ പ്രസിപ്പിറ്റേഷൻ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കാണിച്ചു തരും. ഹൗ മച്ച് മോയ്സ്ചർ എ പ്ലേസ് ഗെറ്റ്സ്, ഒരു പ്ലേസിൽ എത്രമാത്രം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് വിൻഡാണ്. മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ഹൈ ടു ലോ പ്രഷർ. അതായത് എയറിൻ്റെ മൂവ്മെൻ്റ് ആണ്. അല്ലേ, അതായത് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അഫക്ട്സ് വെതർ, ക്ലൈമറ്റ് ആൻഡ് ഈവൻ റെയിൻഫോൾ പാറ്റേൺസ്. ഇത് എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? വെതറിനെ, അതേപോലെ ക്ലൈമറ്റിനെ, മാത്രമല്ല റെയിൻഫോൾ പാറ്റേൺസിനെ വരെ ഇത് അഫക്റ്റ് ചെയ്യും. അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി അല്ലേ, ഈർപ്പം. അപ്പോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ. അല്ലേ, ഒരു നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ചുറ്റുമുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ശരിക്കും ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര സ്വെറ്റി, അതേപോലെ സ്റ്റിക്കി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ കടലേരിയയിലൊക്കെ നമുക്ക് അറിയാം അല്ലേ, അവിടെയുള്ള വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടേക്ക് ഈർപ്പം കൂടുതൽ ആ അറ്റ്മോസ്ഫിയറിൽ തിങ്ങി നിൽക്കുന്നത് കാണാം. കാരണം അവിടെ എന്താണ്? ഹ്യൂമിഡിറ്റി കൂടുതലാണ്. പിന്നെ ലോ ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ എന്താണ്? ആ എയർ ഡ്രൈ ആയിരിക്കും. അഞ്ചാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് സൺഷൈൻ ആണ്. അതായത് എമൗണ്ട് ഓഫ് സൺലൈറ്റ് എ പ്ലേസ് ഗെറ്റ്സ്. ഒരു പർട്ടിക്കുലർ പ്ലേസിൽ എത്രമാത്രം സൺലൈറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എത്രമാത്രം എക്സ്പോഷർ വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ സൺഷൈൻ എന്ന് പറയാം. ദിസ് അഫക്ട്സ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്ലാന്റ് ഗ്രോത്ത്. ഇത് എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യും? ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും, അതേപോലെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യും. ആറാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എയർ പ്രഷറാണ്. ദ വെയിറ്റ് ഓഫ് എയർ പ്രസിങ് ഡൗൺ ഓൺ എർത്ത്. അതെ അല്ലേ, അതായത് എയറിൻ്റെ, അതായത് എർത്തിൽ ഉള്ള അറ്റ്മോസ്ഫിയറിൽ എയറിൻ്റെ വെയിറ്റ് കാണിക്കുന്നതാണ് ഈ എയർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷർ കുറവാണെങ്കിൽ ഭയങ്കര ക്ലൗഡി ആയിരിക്കും, അല്ലെങ്കിൽ റെയിനി ആയിട്ടുള്ളൊരു കണ്ടീഷനായിരിക്കും. പ്രഷർ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലിയർ ആയിട്ടുള്ള സ്കൈസ് ആയിരിക്കും. ഭയങ്കര ക്ലിയർ ആയിട്ട് ബ്ലൂയിഷ് കളറിലുള്ള സ്കൈസൊക്കെ കാണുമ്പോൾ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. പിന്നെ ഏഴാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ക്ലൗഡ് കവറാണ്. ക്ലൗഡ് കവർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര അടിപൊളി ഫോർമേഷനിൽ ക്ലൗഡ്സ് വരുന്നത്.
ഒരുപാട് ക്ലൗഡ്സ് എല്ലാം കൂടെ ഫോം ചെയ്ത് ഒരു വലിയ ക്ലൗഡായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനെയാണ് ക്ലൗഡ് കവർ എന്ന് പറയുക. എമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് ഇൻ ദ സ്കൈ അല്ലേ, ഒരുപാട് ക്ലൗഡ്സ് എല്ലാം കൂടെ ഫോം ചെയ്തിട്ട് കൂടി നിൽക്കുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇത് ടെമ്പറേച്ചറിനെയും മാത്രമല്ല റെയിൻഫോളിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ 7 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ, വിൻഡ്, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി, സൺഷൈൻ, എയർ പ്രഷർ ആൻഡ് ക്ലൗഡ് കവർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7 എലമെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ റേഡിയേഷൻ ഓൺ ദി എർത്ത് സർഫേസ് അല്ലേ, എർത്ത് സർഫേസിൽ വരുന്ന റേഡിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റേഡിയേഷൻ ഉള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം അത് സണ്ണിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സണ്ണിൽ നിന്നുള്ള റേഡിയേഷനാണ് നമുക്ക് മെയിനായിട്ട് അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺ സെൻസ് റേഡിയേഷൻ. കണ്ടോ, സണ്ണാണ് എന്ത് റേഡിയേഷൻ സെൻഡ് ചെയ്യുന്നത്. സൺ ഗിവ്സ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് സോളാർ റേഡിയേഷൻ, മെയിൻലി ലൈറ്റ് ആൻഡ് ഹീറ്റ് അല്ലേ. ഈ സൂര്യൻ എന്താണ്, ഗിവ്സ് ഓഫ് എനർജി. അത് എനർജി 2 ഫോമിലാണ് പുറത്തേക്ക്, അതായത് നമ്മുടെ എർത്തിലേക്ക് വിടുന്നത്. അത് എന്തൊക്കെ രീതിയിലാണ്? ലൈറ്റ് ആൻഡ് ഹീറ്റ് 2 രീതിയിലാണ്. അതിന് 2നും കൂടി നമ്മൾ സോളാർ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. എർത്ത് അബ്സോർബ്സ് ഇറ്റ് അല്ലേ. അപ്പോൾ ഈ സണ്ണി റേഡിയേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എർത്ത് എന്ത് ചെയ്യും, ഇതിനെ അബ്സോർബ് ചെയ്തെടുക്കും. അതായത് എർത്തിൻ്റെ സർഫേസ്, ലാൻഡ്, വാട്ടർ, ബിൽഡിംഗ് പോലുള്ള എർത്തിലെ സർഫേസസ് ഇതിനെ അബ്സോർബ് ചെയ്തെടുക്കും ഡ്യൂറിങ് ദ ഡേ. കണ്ടോ, ഡ്യൂറിങ് ഡേ ടൈമിലാണല്ലോ സൺ ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ വരുന്ന സോളാറിൻ്റെ റേഡിയേഷൻ എർത്ത് അബ്സോർബ് ചെയ്യും. എർത്ത് ഹീറ്റ്സ് അപ്പ്, എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? എർത്ത് ഹീറ്റ് ആവും. അബ്സോർബിങ് സോളാർ റേഡിയേഷൻ മേക്സ് ദ എർത്ത് വാം. ഈ റേഡിയേഷൻ എർത്ത് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എർത്ത് എന്താവും? വാം ആവും. എർത്ത് ഗിവ്സ് ഓഫ് ഹീറ്റ്, എന്നിട്ട് എന്താണ് 4th സ്റ്റെപ്പിൽ? എർത്ത് ഈ ഹീറ്റിനെ പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അതായത് അറ്റ് നൈറ്റ്, രാത്രി കാലങ്ങളിൽ എന്താ ഉണ്ടാവുന്നത്? ദ എർത്ത് റിലീസസ് സം ഓഫ് ദ ഹീറ്റ് ഇറ്റ് അബ്സോർബ്ഡ് ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ആസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഈ എർത്ത് രാത്രി കാലങ്ങളിൽ നമ്മുടെ എർത്ത് എന്ത് ചെയ്യും? കുറച്ച് ഹീറ്റിനെ പുറത്തേക്ക്, ഇത് അബ്സോർബ് ചെയ്ത് കുറച്ച് ഹീറ്റിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും ഈ അറ്റ്മോസ്ഫിയറിലേക്ക്. അത് എന്ത് ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്നുള്ള ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? സം റേഡിയേഷൻ ഇസ് ട്രാപ്ഡ് ബൈ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ സോളാർ റേഡിയേഷൻ നമ്മുടെ എർത്ത് ട്രാപ്പ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് ഇത് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് റേഡിയേഷൻ എന്താണ്, അറ്റ്മോസ്ഫിയർ ട്രാപ്പ് ചെയ്തെടുക്കും. അപ്പോൾ അവിടെ വരുന്നതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും. അപ്പോൾ ഈ ഗ്യാസസ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഈ ഗ്യാസസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഈ ഹീറ്റിനെ ട്രാപ്പ് ചെയ്തെടുക്കും, എന്നിട്ട് എർത്തിനെ വാം ആക്കും. അപ്പോൾ ഈ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് പറഞ്ഞത്. ആദ്യം സൺലൈറ്റ്, അതായത് റേഡിയേഷൻ്റെ ഫോമിൽ സൺലൈറ്റിൽ നിന്നും നമ്മുടെ എർത്തിലേക്ക് അത് വരുന്നു. എർത്ത് അതിനെ അബ്സോർബ് ചെയ്യുന്നു. എർത്ത് എന്താവും? പിന്നെ അത് അബ്സോർബ് ചെയ്ത് വാം ആവുന്നു. പിന്നെ എർത്ത് അതിനെ ആ ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്ത ഹീറ്റിൽ കുറച്ച് ഹീറ്റ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ആവും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വാം ഹ്യൂമിഡ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആൻഡ് ഹോട്ട് ഡ്രൈ ഡെസേർട്ട് ക്ലൈമറ്റ്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വാം ഹ്യൂമിഡ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ്. അപ്പോൾ അതിൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഇക്വറ്റോറിയൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇക്വേറ്ററിന് അടുത്തായിട്ടാണ് ഇത്തരം ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉള്ള പ്ലേസസ് ഉള്ളത്. എക്സാമ്പിളാണ് ആമസോൺ ബേസിൻ, കോങ്കോ ബേസിൻ, ഇന്തോനേഷ്യ എല്ലാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഓൾവേസ് ഹോട്ട്, എപ്പോഴും ഭയങ്കര ചൂടായിരിക്കും. ടെമ്പറേച്ചർ സ്റ്റേ അറൗണ്ട് 25 to 30 ഡിഗ്രി സെൽഷ്യസ് ഓൾ ഇയർ. കണ്ടോ, ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് കാണിച്ചിട്ടുണ്ട്. 25 to 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇയർലി.
അതേപോലെ വെരി ഹ്യൂമിഡ്, ഭയങ്കര ഈർപ്പം നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. എയർ ഹാസ് എ ലോട്ട് ഓഫ് മോയ്സ്ചർ, കണ്ടോ എയറിൽ ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. ഹെവി റെയിൻഫോൾ ഓൾമോസ്റ്റ് ഡെയിലി ഡ്യൂ ടു റൈസിങ് വാം എയർ, മാത്രമല്ല റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്ത് ഹെവി റെയിൻഫോൾ ആയിരിക്കും. ഓൾമോസ്റ്റ് ഡെയിലി റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഡെയിലി റെയിൻഫോൾ ആയിരിക്കും ഡ്യൂ ടു റൈസിങ് വാം എയർ. കാരണം ഈ വാം എയർ റൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഡെയിലി റെയിൻഫോൾ ഉണ്ടാവും. പിന്നെ സീസൺസ് കുറവാണ്, നോ സീസൺസ്, വെതർ സിമിലർ ത്രൂ ഔട്ട് ദ ഇയർ, കാരണം ഇവിടെ സീസൺസ് അധികം വരാറില്ല. വെതർ ഏകദേശം ത്രൂ ഔട്ട് ദ ഇയർ ഒരേ പാറ്റേൺ ആയിരിക്കും. പിന്നെന്താണ് ലഷ് ഫോറസ്റ്റ്, ഡെൻസ് ഗ്രീൻ വെജിറ്റേഷൻ ആൻഡ് റെയിൻ ഫോറസ്റ്റ്. ലഷ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡെൻസർ ആയിട്ടുള്ള ഗ്രീൻ വെജിറ്റേഷൻ, നല്ല ഗ്രീൻ വെജിറ്റേഷൻ, നല്ല പച്ചപ്പുള്ള വെജിറ്റേഷനും കാര്യങ്ങളുമാണ് ഇത്തരം ഏരിയയിൽ ഉണ്ടാവുക. പിന്നെ റെയിൻ ഫോറസ്റ്റുകളും കൂടുതലായിരിക്കും. പിന്നെ ക്ലൗഡി സ്കൈസ്, ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള സ്കൈസും കാണാറുണ്ട്. ഓഫൺ ഓവർകാസ്റ്റ് ഡ്യൂ ടു മോയ്സ്ചർ, കാരണം മോയ്സ്ചർ കണ്ടന്റിൻ്റെ ഫോർമേഷൻ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും ക്ലൗഡി സ്കൈസ് ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. എക്സാമ്പിൾ ആയിട്ടുള്ള പ്ലേസസ് കൊടുത്തിട്ടുള്ളത് സിംഗപ്പൂർ, കോങ്കോ, ബ്രസീൽ. ഓക്കെ, അപ്പോൾ വാം ഹ്യൂമിഡ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ആണ്, അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇത്രയും പറഞ്ഞത്. അടുത്ത ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ഡ്രൈ ഡെസേർട്ട് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ആ പേര് തന്നെ ഉണ്ടല്ലേ, ഹോട്ട് ഡ്രൈ ഡെസേർട്ട് ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ക്ലൈമറ്റ് ആയിരിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. എക്സാമ്പിളാണ് സഹാറ, താർ, അറേബ്യൻ ഡെസേർട്ട്, എല്ലാം ഡെസേർട്ട്സ് ആണ്. ഈ മൂന്നും ഡെസേർട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ഹോട്ട് ഡേയ്സ് അല്ലേ, ഡേ ടൈമൊക്കെ ഭയങ്കര ഹോട്ടായിരിക്കും, ഭയങ്കര ചൂട് കൂടിയതായിരിക്കും. ടെമ്പറേച്ചേഴ്സ് മേ ഗോ എബവ് 45 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 45 ഡിഗ്രി സെൽഷ്യസിന് മേലെ ടെമ്പറേച്ചേഴ്സ് കാണപ്പെടാറുണ്ട്. മാത്രമല്ല വെരി ലിറ്റിൽ റെയിൻ, വളരെ കുറച്ച് റെയിനേ ഇവിടെ കിട്ടാറുള്ളൂ. യൂഷ്വലി ലെസ് ദാൻ 250 mm പെർ ഇയർ. ഈ 250 mm പെർ ഇയർ എന്ന് പറയുന്നത് നമ്മൾ റെയിൻഫോൾ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. മില്ലിമീറ്റർ പെർ ഇയർ എന്ന രീതിയിലാണ് നമ്മൾ റെയിൻഫോളിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം 250 mm പെർ ഇയർ, അതിനേക്കാളും കുറവാണ് ഇവിടെ മഴ കിട്ടാറുള്ളത്. പിന്നെ എയർ എങ്ങനെയായിരിക്കും, ഭയങ്കര ഡ്രൈ എയർ ആയിരിക്കും, അതായത് ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും അല്ലേ, ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ. പിന്നെ സ്കൈസ് എങ്ങനെയാണ്, ക്ലിയർ സ്കൈസ് ആണ്, മോസ്റ്റ്ലി സണ്ണി വിത്ത് നോ ക്ലൗഡ്സ്. ക്ലൗഡ്സ് ഒക്കെ വളരെ കുറവാണ്, കാരണം ഭയങ്കര സണ്ണി ആയിട്ടുള്ള ഒരു ഡേ ടൈം ആയിരിക്കും അവിടെ എപ്പോഴും കാണപ്പെടുന്നത്. പിന്നെ രാത്രി എന്തായിരിക്കും, ഭയങ്കര കോൾഡായിരിക്കും, ഭയങ്കര തണുപ്പ് കൂടിയ ഒരു ടൈമാണ് നൈറ്റ് ടൈം എന്ന് പറയുന്നത്. ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചേഴ്സ്. മാത്രമല്ല ഡേ ടൈമിലുള്ള ടെമ്പറേച്ചറും നൈറ്റ് ടൈമിലുള്ള ടെമ്പറേച്ചറും തമ്മിൽ ഭയങ്കര വേരിയേഷൻ ഉണ്ടാവും, കാരണം പകൽ നല്ല ചൂടും രാത്രി നല്ല തണുപ്പും ആയിരിക്കും. സ്പാർസ് വെജിറ്റേഷൻ, ഓൺലി കാക്ടസ്, ഷ്രബ്സ് ആൻഡ് ഡെസേർട്ട് പ്ലാന്റ്സ് ഗ്രോ. സ്പാർസ് വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പച്ചപ്പില്ലാത്ത വെജിറ്റേഷൻ ആയിരിക്കും, വെജിറ്റേഷൻ വളരെ കുറവായിരിക്കും, കാരണം കാക്ടസ്, ഷ്രബ്, അതേപോലെ ചില പ്രത്യേകതരം ഡെസേർട്ട് പ്ലാന്റ്സ് മാത്രമേ ഇങ്ങനത്തെ ഏരിയകളിൽ ഡെസേർട്ട്സിൽ വളരാറുള്ളൂ. എക്സാമ്പിൾ ആയിട്ടുള്ള പ്ലേസസ് ആണ് സഹാറ ഡെസേർട്ട്, രാജസ്ഥാനിലുള്ളതാണ് താർ ഡെസേർട്ട്, അതേപോലെ സൗദി അറേബ്യയിലെ ഡെസേർട്ട്സ് എല്ലാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ MRHൻ്റെ ക്ലൈമറ്റിക് റെസ്പോൺസീവ് ആർക്കിടെക്ചറിലെ ഫസ്റ്റ് സെഷനിൽ